വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉടനെ മാറിപ്പോകുന്ന ഒരു എനർജി എന്താണ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നത്, അതോടൊപ്പം തന്നെ യൂണിവേഴ്സ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. Card number 1. Okay. സോ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകുന്നത് ഒരുപാട് ചതികൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ലൈഫായിരിക്കില്ല നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ട് ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാം. നിങ്ങളെ ബാക്ക് സ്റ്റാമ്പ് ചെയ്ത പീപ്പിൾസ് ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിലിപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലേക്ക് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്രയും പ്രഷർ നിങ്ങളുടെ മേലുണ്ടാകാം. ഒരുപാട് ശ്രമിച്ചിട്ടും നിങ്ങൾ ആകെ ഒരു തകർന്നൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പീപ്പിൾസൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മനുഷ്യന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഒരാളുടെ മുകളിൽ വെച്ചാലുള്ളൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ അങ്ങേയറ്റത്തും സ്ട്രെസ്സിലൊക്കെ നിൽക്കുന്ന പേഴ്സൺസാണ്. ബട്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ലൈഫിൽ മാറ്റം വരുന്നത് അതിൻ്റെ ഒരു പകുതിയോളം ശതമാനം നമ്മുടെ ചിന്താഗതി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് എനർജി ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ബർഡൻ, സ്ട്രെസ്, ഫിയർ, ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉടനെ മാറിപ്പോകുന്ന എനർജി. മുന്നോട്ട് വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കുന്ന ഒരു എനർജി. നിങ്ങൾക്ക് ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളിൽ ഹാപ്പി ആയിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് പാർട്ട് ഓഫ് എ ലൈഫായിട്ട് മാത്രം എടുക്കുക. മുന്നിലേക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള എഫേർട്ട് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്ത റീഡിംഗ് ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.